അഗ്നി ഗർത്തങ്ങളെക്കാട്ടിലും കുറച്ച് വളരെ എന്താ പറയുക വ്യത്യാസമുള്ള ഒരു ഗർത്തങ്ങളായിരുന്നു ഈ ചെളി ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്കൊരു കുറച്ച് ന്യൂ ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. ഈ കുന്നിനെ മൊത്തത്തിൽ കുക്കിംഗ് ഹില്ല് എന്നൊരു പേരിലും കൂടെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഇങ്ങനെ ചെളിഗർത്തങ്ങൾ ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് പൊന്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് കുക്കിംഗ് ഹിൽ എന്ന പേരിലും കൂടെ ഈ ഒരു എൻ്റയർ കുന്നിനെ അറിയപ്പെടുന്നത്. ഈ കാണുന്ന താപ ഉറവയ്ക്ക് ഇട്ടേക്കുന്ന പേര് സൾഫർ കാൽഡ്രോൺ എന്നാണ്. അതായത് സൾഫർ ഒരുപാട് പുറത്തേക്ക് പുറന്തള്ളുന്ന വലിയൊരു കുട്ടക എന്ന അർത്ഥം വരുന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗർത്തത്തിൽ നിന്ന് സൾഫർ എന്ന വാതകമാണ് ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെടുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ സൾഫറിൻ്റെ ഭയങ്കരമായ ഒരു സ്മെല്ല് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഭയങ്കര സ്മെല്ലാണ് ഈ ഏരിയയിൽ മൊത്തം. ഈ യെല്ലോസ്റ്റോൺ എന്ന് പറയുന്ന ഈ പാർക്കിൽ ഏകദേശം 70 കിലോമീറ്ററാണ് ഈ വോൾക്കാനോ എറപ്ഷൻ്റെ ഈ അഗ്നിപർവ്വതം വ്യാപിച്ച് കിടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനീ നിൽക്കുന്ന ഗ്രൗണ്ടിൻ്റെ താഴെ തിളച്ചു മറിയുന്ന ഒരു പ്രകൃതമാണ്. ഞാനീ നിൽക്കുന്ന ഭൂമിക്കടിയിൽ ഭയങ്കരമായിട്ട് അഗ്നി തിളച്ചു മറിയുന്ന ഒരു സ്പോട്ട് കൂടിയാണ്. ഇതിനെ ഒരു കുക്കിംഗ് പോട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്ന വലിയൊരു ചെമ്പുപാത്രം പോലെയാണിത്. എപ്പോഴും തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കും. സൾഫറാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് തള്ളപ്പെടുന്ന ആസിഡ് ഈ ഗർത്തത്തിൽ നിന്ന്. ഏത് കാലാവസ്ഥയിലും വെള്ളം എപ്പോഴും തിളച്ചു മറിയുന്ന വോൾക്കാനോസാണ് ഈ കാണുന്നത്. ഇതാണ് ഗ്രിസ്ലി ഫാമോൾ. ഈ ഭൂമിയിലെ താപം ഒരുപാടായിട്ട് ഉണങ്ങിപ്പോയ മരങ്ങളാണ് ഈ കാണുന്ന മൊത്തം. ഈ നടപ്പാതയുടെ 2 സൈഡിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് മരങ്ങൾ ഉണങ്ങി താഴ്ത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നടക്കുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഗ്നിപർവ്വതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ താപം കൂടിയ ഏരിയയിലാണ്. ഓരോ വോൾക്കാനോ കാണുമ്പോൾ നമുക്കറിയാം വെള്ളത്തിന് നമ്മൾ നേരത്തെ കണ്ട പോലെ ക്ലിയർ വെള്ളമൊന്നുമല്ല, കൂടുതൽ ചെളി, അതേപോലെ സൾഫർ, ആസിഡ്, അങ്ങനെ ഒരുപാട് വാതകങ്ങളൊക്കെ കൂടുതലായിട്ട് പുറന്തള്ളപ്പെടുന്ന വോൾക്കാനോകളാണ് നമ്മളിപ്പോൾ ഈ നടന്ന് കാണുന്ന ഏരിയയിൽ മൊത്തം. വോൾക്കാനോയുടെ ഒരു തടാകം തന്നെ, ചെറിയൊരു തടാകം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. തടാകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ഹോട്ട് സ്പ്രിങ്ങുകൾ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഈ പുറകെ കാണുന്ന ഈ വോൾക്കാനോ ഇതിനെ ബ്ലാക്ക് ഡ്രാഗോൺസ് കാൽഡ്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് പുറകിൽ വലിയൊരു ചരിത്രമുണ്ട്. അതായത് 1948 ഇവിടെ ഈ വോൾക്കാനോ രൂപം കൊള്ളുന്നത്. ഈ പ്രദേശം മുഴുവൻ വൃക്ഷങ്ങളായിരുന്നു. എന്നാൽ 1948 ആ വൃക്ഷങ്ങളെ മുഴുവൻ വേരോടെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ വോൾക്കാനോ എറപ്ഷൻ ഉണ്ടായത്. അതിനുശേഷമാണ് ഇതിനെ ഇവിടെ ബ്ലാക്ക് ഡ്രാഗോൺ എന്ന പേരിൽ വിളിച്ചു തുടങ്ങിയത്. സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഇൻ ഫ്യൂച്ചറിലും ഇവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ഏകദേശം 20-30 അടി ഉയരത്തിലാണ് അന്ന് ഇവിടെ വോൾക്കാനോയുടെ എറപ്ഷൻ ഉണ്ടായത്.
നമ്മൾ ഇത്ര നേരം ചുറ്റിക്കണ്ട ഈ ഒരു കുന്ന് മുഴുവൻ, ഒരു കാലത്ത് ഇത് മുഴുവൻ നിറച്ച് വൃക്ഷങ്ങളുണ്ടായിരുന്ന ഒരു കുന്നായിരുന്നു. എന്നാൽ 1800 ആ കാലഘട്ടങ്ങളിൽ തുടർച്ചയായിട്ട് ഇവിടെ അഗ്നിപർവ്വതങ്ങൾ ഇവിടെ പൊട്ടിത്തെറിക്കുകയും അങ്ങനെ പ്രത്യേകിച്ച് ചെളിഗർത്തങ്ങൾ ഒരുപാടുണ്ടാവുകയും ഈ ചെളി ഏകദേശം 50 അടി അല്ലെങ്കിൽ 17 മീറ്ററൊക്കെ ഉയരങ്ങളിൽ വരെയാണ് ചെളി പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ നശിക്കുകയും ഇവിടുത്തെ ഹിസ്റ്ററി പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ ഈ വലിയ ചെളിഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത് മരങ്ങൾ മുഴുവൻ പോയി ഇവിടെ മൊത്തം ഇങ്ങനത്തെ ചെളി ഗർത്തങ്ങളുടെ വോൾക്കാനോ രൂപം കൊണ്ടത്. അങ്ങനെ ഒരുപാട് ഗർത്തങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ഗർത്തങ്ങൾ ഇനി ഇതിൻ്റെ അപ്പുറ സൈഡിലെല്ലാം ഉണ്ട്. നമ്മൾ സമയമില്ലാത്ത കാരണം എല്ലായിടത്തേക്കും പോകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില ഗർത്തങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ചെളി ഗർത്തങ്ങളിലെ ഹീറ്റ് നോർമൽ ഗർത്തങ്ങളെക്കാട്ടിലും കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആസിഡും അതുപോലെ അയണും ഒക്കെ പുറന്തള്ളപ്പെടുന്നത് ഈ ചെളിഗർത്തങ്ങൾ വഴിയാണ്.